ഇതാണ് മുണ്ടക്കൈ ടൗണിൽ നൌഫലിന്റെ വീടിരുന്ന സ്ഥലം. ഇന്ന് ആ വീടില്ല. വീടിരുന്ന സ്ഥലത്ത് അതിന്റെ അടയാളങ്ങൾ പോലുമില്ല. സ്വന്തം ചെറുപട്ടണമില്ല. പ്രിയപ്പെട്ടവർ ആരുമില്ല. ദുരിതം പെയ്തിറങ്ങിയ രാത്രിയിൽ കളത്തിങ്കൽ വീട്ടിൽ നൌഫലിന് പ്രിയപ്പെട്ട എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും നൌഫലിന്റെ ഭാര്യയും 3 മക്കളും, കൂടാതെ സഹോദരനും ഭാര്യയും അവരുടെ 3 മക്കളും. 11 പേരെയും ഉരുൾ കവർന്നു. സകലതും നഷ്ടപ്പെട്ട് മുണ്ടക്കൈയിലേക്ക് മടങ്ങിയെത്തിയ നൌഫൽ നിസ്സഹായനായിരുന്നു. ഇത്രയും കാലം ജീവിച്ച മണ്ണിൽ അയാൾ മാത്രം ഒറ്റയ്ക്കായി. ദുരന്ത വാർത്തയറിഞ്ഞ് നാട്ടിലെത്തിയ നൌഫലിന് കാണാൻ കഴിഞ്ഞത് ഒരേ ഒരു മുഖം, മകളുടെ മാത്രം മുഖം.